നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിന് ഇന്ന് സ്വപ്ന സാഫല്യ ദിവസം. വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തീർച്ചയായിട്ടും വളരെയധികം സന്തോഷത്തോടെയാണ് നമ്മളായിരിക്കുന്നത്. വലിയൊരു നേട്ടമാണ് ഈ ഒരു ഇതിലൂടെ നമ്മൾ രാജ്യത്തിന് ഒന്നാകെ നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും അഭിമാന നിമിഷം തന്നെയാണ്. ഉദ്ഘാടന ചടങ്ങിൽ നിരവധി സംഭവ വികാസങ്ങൾ അരങ്ങേറി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നു, അതുപോലെ മറ്റു പ്രമുഖർ എത്തുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രസംഗം, ഒരുപാട് സംഭവ വികാസങ്ങൾ നിറഞ്ഞു നിന്ന ഒരു ചടങ്ങായിരുന്നു ഇന്ന് സംഭവിച്ചത്. നമ്മൾ എല്ലാം ഒന്ന് വിശദമായി നോക്കാൻ പോവുകയാണ്. എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്, മുഖ്യമന്ത്രി പറഞ്ഞത് എന്താണ്? പ്രധാനമന്ത്രി രാഷ്ട്രീയ പ്രയോഗം നടത്തുകയുണ്ടായി. എന്തായിരുന്നു അദ്ദേഹം രാഷ്ട്രീയമായി പറഞ്ഞത്? മാത്രമല്ല, മന്ത്രി VN വാസവനെ ഉദ്ധരിച്ച് അദ്ദേഹം ഒരു കാര്യം പറയുകയുണ്ടായി. അതിൻ്റെ വിശദാംശങ്ങളടക്കം നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ നോക്കാൻ പോകുന്നത്, ഈ പ്രധാനമന്ത്രി വന്നു പോയതിന് പിന്നാലെ വിമർശനം ഉയരുന്നുണ്ട്. അതായത് പരിഭാഷകനെ വിമർശിച്ച് BJP രംഗത്ത് വന്നിരിക്കുകയാണ്. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പ്രധാനമന്ത്രിയുടെ പരിഭാഷകനെ ചൊല്ലി വിവാദം. BJP ആരോപണം ഈ പരിഭാഷകൻ ഉചിതമായി അല്ല അത് ചെയ്തത്, ട്രാൻസ്ലേറ്റ് ചെയ്തത് എന്നാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരാണ് ട്രാൻസ്ലേറ്ററെ നിശ്ചയിച്ചതെന്നും BJP ആരോപിച്ചു. ഇതിനെ ചൊല്ലി സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഉയരുകയാണ്. പ്രത്യേകിച്ച് ഒരു സാഹചര്യത്തിൽ പ്രധാനമന്ത്രിക്ക് പറയേണ്ടി വന്നു, അദ്ദേഹം പരിഭാഷ ചെയ്യുന്നത് ശരിയല്ല, അത് യഥാർത്ഥ അർത്ഥത്തിലല്ല എന്ന് പറയേണ്ടി വന്നു. അത് സദസ്സിലിരുന്നവർക്ക് ചിരി ഉണർത്തുകയുണ്ടായി. തീർച്ചയായിട്ടും അങ്ങനത്തെ സംഭവങ്ങൾ കൂടി ഉയർന്നിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ സമുന്നത നേതാവായ മുഖ്യമന്ത്രിയോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശശി തരൂരും ഇവിടെ ഉണ്ടല്ലോ. ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതേ ഇന്ത്യസ് അലയൻസിലെ പലർക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും എന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. ഇതിന് സിവിൽ ഏവിയേഷൻ മേഖലയിൽ വലിയ വികസനം നടക്കുന്നു എന്നായിരുന്നു. എന്നാൽ പ്രധാനമന്ത്രി ഈ പറഞ്ഞതിന് ട്രാൻസ്ലേറ്റർ പറഞ്ഞത് ഇതിന് സിവിൽ ഏവിയേഷൻ മേഖലയിൽ വലിയ വികസനം നടക്കുന്നു എന്നായിരുന്നു. ശരിക്കും പ്രധാനമന്ത്രി അത് കേട്ട് നിശബ്ദനായി. ഇത് പരിഭാഷകൻ പറഞ്ഞത് പരിഭാഷക്കാരന് മനസ്സിലായില്ലെങ്കിലും നാട്ടുകാർക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് പറഞ്ഞ് പ്രധാനമന്ത്രി വേദിയിൽ തന്നെ അത് അപ്പോൾ തന്നെ തിരുത്തുകയും ചെയ്തു. ഇത് എല്ലാവരിലും ചിരി ഉണർത്തുകയും ചെയ്തു. അങ്ങനെ പരിഭാഷകനെതിരെ വലിയ രീതിയിലുള്ള വിമർശനം ശക്തമാവുകയാണ്. രാഷ്ട്രീയ പ്രയോഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വേദിയിൽ 45 മിനിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന് അനുവദിച്ചിരുന്നത്. ഈ 45 മിനിറ്റിനിടയിൽ രാഷ്ട്രീയ പ്രസ്താവന പ്രധാനമന്ത്രി നടത്തി. അക്ഷരാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഒള്ളിയമ്പ് പ്രയോഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഗൗതം അദാനിയെ പുകഴ്ത്തുകയും ചെയ്തു. മാത്രമല്ല, തുറമുഖ മന്ത്രി VN വാസവന്റെ വാക്കുകൾ പരാമർശിക്കുകയും ചെയ്തു തന്റെ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ത്യ മുന്നണിയുടെ കരുത്തുള്ള തൂണാണല്ലോ. ശശി തരൂരും വേദിയിൽ ഇരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ ചടങ്ങ് പല ആളുകളുടെയും ഉറക്കം കെടുത്തും. ട്രാൻസ്ലേറ്റർ ഇത് തെറ്റായി വ്യാഖ്യാനിച്ചപ്പോൾ പ്രധാനമന്ത്രി ഒരു കാര്യം കൂടി പറഞ്ഞു, അദ്ദേഹത്തിന് കഴിയുന്നില്ല, അതായത് ട്രാൻസ്ലേറ്റർക്ക് അത് പരിഭാഷപ്പെടുത്താൻ കഴിയുന്നില്ല എന്നുകൂടി പ്രധാനമന്ത്രി ചിരിയോടെ പറയുകയുണ്ടായി. ഇതിനുശേഷമാണ് മന്ത്രി VN വാസവന്റെ പ്രസംഗം പ്രധാനമന്ത്രി പരാമർശിച്ചത്. VN വാസവന്റെ പരാമർശം പ്രധാനമന്ത്രി ഉദ്ധരിച്ചത് ഇപ്രകാരമാണ്: രാജ്യത്തിന്റെ മാരിടൈം മേഖല ശക്തിപ്പെടുത്തുന്നതിൽ സ്വകാര്യ സംരംഭങ്ങൾക്കും പങ്കുണ്ട്. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ കഴിഞ്ഞ 10 വർഷം കോടികളുടെ പദ്ധതി നിക്ഷേപങ്ങളാണ് നടന്നത്. നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കും, കേരളത്തിലെ തുറമുഖ മന്ത്രി പ്രസംഗിച്ചപ്പോൾ നമ്മുടെ സർക്കാരിന്റെ പങ്കാളി എന്നാണ് അദാനിയെ വിശേഷിപ്പിച്ചത്. ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി അദാനിയെ ചൂണ്ടിക്കാട്ടി സർക്കാരിൻ്റെ പങ്കാളിയെന്ന് വിശേഷിപ്പിക്കുന്നു, സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് പറയുന്നു. അത് സന്തോഷമുള്ള കാര്യമാണ് എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഇതാണ് മാറുന്ന ഭാരതം. മന്ത്രി VN വാസവൻ എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. 2976 പേർക്ക് 11 കോടി രൂപ വിതരണം ചെയ്തു. അദാനിയുടെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ തലത്തിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണെന്നും മന്ത്രി VN വാസവൻ വ്യക്തമാക്കിയിരുന്നു. തുറമുഖം പൂർണ്ണതയിലേക്ക് എത്തിച്ചതിന് പിന്നിൽ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്. നമ്മുടെ നാട്ടിൽ ഒന്നും നടക്കില്ല എന്ന് പറയേണ്ടിടത്ത് എല്ലാം സാധ്യമാകുന്നു എന്നുകൂടി തെളിയിക്കുകയാണ് വിഴിഞ്ഞം എന്നായിരുന്നു VN വാസവൻ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത്. സമുദ്രമേഖലയിലുള്ള വികസനത്തിനുൾപ്പെടെ ഉയരങ്ങളെത്തുന്നതിന് സ്വകാര്യ പങ്കാളിത്തത്തിന് ആവശ്യമായ പരിഗണന നൽകണമെന്നും സ്വകാര്യ പൊതു പങ്കാളിത്തത്തിലൂടെ കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ടെന്നും ഈ പങ്കാളിത്തം ഭാവിയിലും പ്രയോജനം ചെയ്യുമെന്ന് പ്രധാനമന്ത്രിയും വേദിയിൽ പറയുകയുണ്ടായി. അതായത് സ്വകാര്യ മേഖലയെ ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു, അത് പ്രധാനമന്ത്രി എടുത്തു കാണിക്കുന്നു. സ്വകാര്യ മേഖലയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ഈ ചടങ്ങിൽ എടുത്തു കാണിച്ചിരിക്കുന്നു. മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി പ്രധാനമന്ത്രി പറഞ്ഞത് ശ്രദ്ധേയമാണ്. ഇത്രയും വലിയ തുറമുഖം, അതായത് വിഴിഞ്ഞം തുറമുഖ രാജ്യത്തെ വലിയൊരു തുറമുഖമായി മാറിയിരിക്കുകയാണ്. ഇത്രയും വലിയ തുറമുഖം അദാനി ഇവിടെ നിർമ്മിച്ചുവെന്ന് ഗുജറാത്തിലെ ആളുകൾ അറിഞ്ഞാൽ അവർക്ക് തന്നോട് ദേഷ്യം വരാൻ സാധ്യതയുണ്ട് എന്നാണ് ചിരിയോടെ പ്രധാനമന്ത്രി പറഞ്ഞത്.
അവിടെ ഇതുവരെ ഇത്രയും വലിയ തുറമുഖം നിർമ്മിക്കാൻ അദാനിക്ക് കഴിഞ്ഞിട്ടില്ല എന്നും പ്രധാനമന്ത്രി പറഞ്ഞു. കേരളം ലോകസമുദ്ര വാണിജ്യത്തിൽ മുൻപന്തിയിലെത്തുകയും വലിയ തോതിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യട്ടെ. അതിനായി കേന്ദ്രവും കേരളത്തിനൊപ്പം പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് വികസിത കേരളം പടുത്തുയർത്താം. ജയ് കേരളം, ജയ് ഭാരതം എന്ന് മലയാളത്തിൽ പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ ഒരു രാഷ്ട്രീയ പ്രസ്താവന, അതായത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ഉറ്റുനോക്കിയതും അദ്ദേഹം രാഷ്ട്രീയപരമായിട്ടുള്ള എന്തെങ്കിലും പ്രസ്താവന നടത്തുമോ എന്നായിരുന്നു. തീർച്ചയായിട്ടും കേരളത്തിലെത്തുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയപരമായ ഒരു പരാമർശം നടത്താതെ പോകാൻ സാധ്യതയില്ല. ഈ വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് എത്തിയതെങ്കിൽ പോലും രാഷ്ട്രീയം പറയാത്ത പ്രധാനമന്ത്രി എങ്ങനെ മടങ്ങാൻ? അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രീയം പറഞ്ഞു തന്നെയാണ് വേദിയിൽ പ്രധാനമന്ത്രി തിളങ്ങിയത്. വന്ദേ ഭാരത്, ബൈപ്പാസുകൾ, ജലജീവൻ തുടങ്ങി കേരളത്തിന് നിരവധി പദ്ധതികൾ നൽകി കേരള വികസനത്തിന് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ട് എന്നും പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. കേരളം രാജ്യ പുരോഗതിക്ക് വലിയ പങ്ക് വഹിച്ചുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചു. കേരളത്തിന് ഇനിയും വലിയ പങ്ക് വഹിക്കാനുണ്ട്. സാമ്പത്തിക പുരോഗതിക്ക് തുറമുഖം ആവശ്യമാണ്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മാണം അദാനി അതിവേഗം പൂർത്തിയാക്കി. 30 വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ തുറമുഖം പ്രവർത്തിക്കുന്നു. എന്നാൽ ഇത്രയും വലിയ തുറമുഖം നിർമ്മിച്ചത് കേരളത്തിലെ വിഴിഞ്ഞത്താണ്. ഇക്കാര്യത്തിൽ ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി കേൾക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി വിമാനത്തിൽ നിന്ന് വന്നിറങ്ങുന്നു. അപ്പോൾ മുഖ്യമന്ത്രി അടക്കം അദ്ദേഹത്തെ സ്വീകരിക്കാൻ അവിടെ ചെല്ലുന്നു. മുഖ്യമന്ത്രിയോട് ആ ഒരു ഫോട്ടോയൊക്കെ പുറത്തു വന്നപ്പോൾ, ഈ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ സ്വീകരിക്കുന്ന ഫോട്ടോ അടക്കം പുറത്തു വന്നപ്പോൾ വളരെ ദേഷ്യത്തോടെ, അല്ലെങ്കിൽ വളരെ മുഖമൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് പ്രധാനമന്ത്രിയുടേത് ഇരുന്നത്. അത്തരത്തിലൊരു ചിത്രമൊക്കെ കഴിഞ്ഞ ദിവസം വളരെയധികം ചർച്ചാ വിഷയമായതാണ്. എന്തായാലും ഇന്നത്തെ ചടങ്ങുകളെല്ലാം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഏവർക്കും എൻ്റെ നമസ്കാരം. ഒരിക്കൽ കൂടി ശ്രീ അനന്ത പത്മനാഭൻ്റെ മണ്ണിലേക്ക് വരാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിന് തുടക്കമിട്ടത്. ആദിശങ്കരാചാര്യ ജയന്തിയാണെന്ന് 3 വർഷം മുൻപ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു. കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് രാജ്യത്തിൻ്റെ വിവിധയിടങ്ങളിൽ വിവിധ മഠങ്ങൾ സ്ഥാപിച്ച് രാഷ്ട്ര ചൈതന്യം നിറയ്ക്കാൻ ശ്രമിച്ചു. ഈ ചരിത്ര നിമിഷത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു. കേരളത്തിൽ ഒരു ഭാഗത്ത് വിശാല സാധ്യതകളുള്ള സമുദ്രം, മറുഭാഗത്ത് പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ. ഇതിനിടയിലാണ് പുതുതലമുറ വികസനത്തിൻ്റെ മാതൃകയായി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 8,800 കോടി രൂപ ചെലവിട്ടാണ് തുറമുഖം നിർമ്മിക്കുന്നത്. ഇതുവരെ 75%-ലധികം ട്രാൻസ്ഷിപ്മെന്റ് രാജ്യത്തിന് പുറത്തുള്ള തുറമുഖങ്ങളാണ് നടന്നിരുന്നത്. ഇതിലൂടെ രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായിരുന്നത്. ഇതിന് മാറ്റം വരികയാണ്. പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം കേരളത്തിനും രാജ്യത്തിനും ജനങ്ങൾക്കും സാമ്പത്തിക സുസ്ഥിരത കെട്ടിപ്പടുക്കുന്നതിന് സഹായകമാകും. സമുദ്ര വ്യാപാരത്തിൽ കേരളത്തിന്റെ പങ്ക് മുൻപേറെ വലുതായിരുന്നു. അറബിക്കടലിലൂടെ വ്യാപാരത്തിനായി മറ്റു രാജ്യങ്ങളിലേക്ക് ആളുകൾ പോയിരുന്നു. ഈ ചാനൽ വീണ്ടും ശക്തിപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. എന്തായാലും നമ്മളുടെ സ്വപ്ന സാഫല്യമാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി വിഴിഞ്ഞം തുറമുഖം രാജ്യത്തിന് സമർപ്പിച്ചിരിക്കുകയാണ്. വലിയൊരു കവാടം തന്നെയാണ് തുറക്കപ്പെട്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.